നമ്മൾ ചെമ്മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്നിവിടെ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കറി വെക്കാനായിട്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് 1/2 കിലോ ചെമ്മീൻ. 1/2 കിലോ മുഴുവനായിട്ട് ഉണ്ടാവില്ല, അതിന്റെ തോടൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ചെറിയൊരു അളവിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയൊരു കഷ്ണം കേട്ടോ, ഏകദേശം അരിഞ്ഞു വരുമ്പോൾ 2 ടീസ്പൂണോളം കാണും. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയ ഉള്ളി ഏകദേശം ഒരു 10-20 ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ചെറിയ ഉള്ളി ആയത് കാരണം. പിന്നെ ഒരു മീഡിയം സൈസ് സവോളയും കൂടി എടുത്തിട്ടുണ്ട്. കറിയുടെ തിക്നെസ്സിന് അനുസരിച്ചിട്ട് ഉള്ളി എടുക്കാം കേട്ടോ. കുറച്ച് കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി കുറച്ച് അധികം ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇട്ടാൽ മതി. നല്ല വലിയ സവോള ആണെങ്കിൽ 1 എടുത്തോളൂ, മീഡിയം ആണെങ്കിൽ 2 എടുക്കാം. അതല്ല വലിയ ചെറിയ ഉള്ളി ആണെങ്കിൽ ഏകദേശം ഒരു 10-20 എടുത്തു കഴിഞ്ഞാൽ നല്ലോണം കൊഴുപ്പ് കിട്ടും കേട്ടോ ഗ്രേവിക്ക്. അപ്പോൾ ദേ ഇതും കൂടി ചേർക്കാം. ഇനി ഇത് ഈ എണ്ണയിൽ നന്നായിട്ട് വഴന്ന് വരണം, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങി, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കണ്ടില്ലേ. ഇപ്പോൾ ചെറിയുള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല വലിയുള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഉള്ളി കുറച്ചിങ്ങനെ ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. അതുപോലെ ഉള്ളി നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ആവണം. എന്നതിന് ശേഷം നമ്മളിതിൽ തക്കാളിയൊക്കെ ചേർക്കുള്ളൂ. ഇടയിലൊന്ന് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് മുന്നേ ചെമ്മീനും മുരിങ്ങയ്ക്കോലും ഒക്കെ ഉള്ളൊരു കറി വെച്ചിട്ടുണ്ട്. ചെമ്മീനെ വറുത്തരച്ചൊരു കറി വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടോക്കണം കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അത് നമ്മളൊന്ന് തേങ്ങയൊന്നും ചേർക്കാതെ വെറുതെ മുളകിട്ട് വയ്ക്കുകയാണ്. ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി. ഇനി ഇടത്തരം വലുപ്പമുള്ള ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് അടച്ചു കൊടുക്കാം. ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഇഴുകി ചേരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടെ ആവാനുണ്ടേ. അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇതുപോലെ വേണം കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. തക്കാളി നമ്മൾ ചേർത്തു എന്ന് തന്നെ തോന്നരുത്, അത്രയും അതിലേക്ക് ചേർന്ന് വരണം. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. അതിന് മുന്നേ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ സിമ്മിലോട്ടാക്കി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് നല്ല കളറുണ്ടാവും, എരിവ് കുറവായിരിക്കും. അതല്ല സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. എരിവിനനുസരിച്ചൊക്കെ ചേർക്കാം. അപ്പം ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ഇതിൽ കിടന്ന് മൂത്ത് വരണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ പരുവത്തിൽ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മീൻകറി ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലൊരു 2-3 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി ഉണ്ടല്ലോ, അത് 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കാം. കുടംപുളിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ 1-2 ഇതിൽ ചേർത്താൽ മതിയാവും. കുറച്ച് ഡാർക്ക് കളറിലുള്ള പുളിയാട്ടോ എൻ്റെ ഉള്ളത്, അത് കാരണം കുറച്ച് ഇരുണ്ടിരിക്കും കറി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഗ്രേവി എത്ര വേണം നോക്കിയിട്ടൊക്കെ ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. ആ പുളിയുടെ ആ ഒരു പച്ച ചൊവ്വയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറണം. ഇപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഏകദേശം ഒരു 4-5 മിനിറ്റ് നല്ലപോലെ വെട്ടി തിളച്ചു കേട്ടോ. ഇനി ഇതിലോട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാട്ടോ. ചെമ്മീൻ ചേർത്തിയാൽ പിന്നെ ഒരുപാട് കുക്ക് ചെയ്യണ്ട കേട്ടോ. ഏകദേശം ഒരു 4-5 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. 5 മിനിറ്റ് ഒന്നും വേണ്ട, ശരിക്ക് 3-4 മിനിറ്റ് മതി. എന്താന്ന് വെച്ചാൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാലേ ഈ ചെമ്മീൻ്റെ ടേസ്റ്റേ പോവും, ഹാർഡാവും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. 3-4 മിനിറ്റായി ഇത് നന്നായിട്ട് തിളവന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് മാറ്റാം കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക, കണ്ടില്ലേ? പുളി നല്ല ഡാർക്ക് ആയത് കാരണം കേട്ടോ, കുറച്ച് കറുത്ത പുളിയാണ് ഇന്ന് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഇരുണ്ട കളറായിരിക്കണേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഓ, ഒന്നും പറയണ്ട, അടിപൊളി കേട്ടോ. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാം കേട്ടോ. അത് ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ നമ്മൾ കുറച്ചായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, വേറെ ഒന്നും അല്ല കേട്ടോ. മോൻ ദുബായിൽ നിന്ന് വന്നിരിക്കുകയായിരുന്നു, 2 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മടി കാട്ടിയതാണ്, അതാണ് ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും വരാഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് സാധാരണ പോലെ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബായ്.